അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 15 ബുധനാഴ്ച. താൻ മുസ്ലിം വിരുദ്ധനല്ലെന്നും കൂടുതൽ കുട്ടികളുള്ളവരെന്ന് പരാമർശിച്ചത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം കളിക്കുന്നയാളല്ല താനെന്നും അങ്ങനെ വേർതിരിവ് കാട്ടിയെന്ന് വന്നാൽ പൊതുപ്രവർത്തനത്തിന് അർഹനല്ലെന്ന് സ്വയം വിലയിരുത്തി പിന്മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിക്കെതിരായ പരാതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ പെരുമാറ്റച്ചട്ടലംഘന പരാതിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. കോൺഗ്രസിന്റെ പ്രചാരണം അട്ടിമറിക്കാനുള്ള നീക്കമാണിതെന്നും രാഹുൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ഖാർഗെ വ്യക്തമാക്കി. ദില്ലി പോലീസിനെ ന്യൂസ് ക്ലിക്ക് കേസിൽ കനത്ത തിരിച്ചടി. പ്രബീർ പുരകായസ്ഥയുടെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമെന്ന് സുപ്രീംകോടതി. ന്യൂസ് ക്ലിക്ക് സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ പ്രബീർ പുരകായസ്ഥയെ ഉടൻ വിട്ടയക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു. UAPAയ്ക്കൊപ്പം ക്രിമിനൽ ഗൂഢാലോചന, സമൂഹത്തിൽ സ്പർദ്ധ വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയാണ് പ്രബീർ പുരകായസ്ഥയെ 2023 ഒക്ടോബർ 3 ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് പോലീസിനെ നിയന്ത്രിക്കുന്നത് CPM ആണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇതിനായി ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുവെന്നും സംസ്ഥാനത്ത് ആർക്കും ആരെയും കൊല്ലാമെന്ന സ്ഥിതിയാണെന്നും ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ പൂർണ്ണ പരാജയമാണെന്നും VD സതീശൻ ആരോപിച്ചു. കേരളം ഗുണ്ടകളുടെ പറുദീസയായി മാറിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഇവരെ നിലയ്ക്ക് നിർത്താൻ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ലെന്നും ആഭ്യന്തര വകുപ്പ് നാഥനില്ലാ കളരിയായി മാറിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്ന സമരം പരിഹരിക്കാൻ സർക്കാർ വിളിച്ച ഒത്തുതീർപ്പ് ചർച്ച ഇന്ന്. മുഴുവൻ യൂണിയനുകളുമായി ഗതാഗത മന്ത്രി 3 മണിക്ക് ചർച്ച നടത്തും. 2 ആഴ്ചയായി തുടരുന്ന സമരം മൂലം ടെസ്റ്റ് അനിശ്ചിതത്വത്തിലായിരുന്നു. ഇന്നലെ വിദേശത്തുനിന്നും മടങ്ങിയെത്തിയ മന്ത്രിയാണ് ചർച്ച വിളിച്ചു ചേർത്തിരിക്കുന്നത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. യാത്രകളിൽ ലഘുഭക്ഷണം നൽകിക്കൊണ്ട് യാത്രക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാസൌകര്യം ഒരുക്കുന്നതിനുള്ള സംരംഭം ആരംഭിക്കുമെന്ന് KSRTC. ലഘുഭക്ഷണം ഉൾപ്പെടെ ഷെൽഫുകളും വെൻഡിംഗ് മെഷീനുകളും സ്ഥാപിച്ച് വിതരണം ചെയ്യുന്നതിനായി താൽപര്യമുള്ളവരിൽ നിന്നും നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നുവെന്ന് KSRTC അറിയിച്ചു. കരമന നേമം മേഖലയിൽ ഗുണ്ടകളുടെ വീടുകളിൽ റെയ്ഡ്. ഓപ്പറേഷൻ ആഗ് എന്ന പേരിലാണ് റെയ്ഡ്. കഴിഞ്ഞ ദിവസം കരമനയിൽ അഖിൽ എന്ന യുവാവിനെ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയിരുന്നു. ഇന്നലെ രാത്രി വെള്ളറടയിൽ വീണ്ടും ലഹരി മാഫിയയുടെ ആക്രമണം ഉണ്ടായിരുന്നു. സംസ്ഥാന തലത്തിലേക്ക് ഈ പരിശോധന വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട്. സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ അതിരൂക്ഷ ക്ഷാമം നേരിട്ടിട്ടും ഒഴിവുകൾ നികത്താതെ സർക്കാർ. സ്പെഷ്യലിസ്റ്റ് തസ്തികയിൽ അടക്കം വിവിധ വിഭാഗങ്ങളിലായി 380 ഒഴിവുകളാണുള്ളത്. ഏറ്റവും അധികം ഒഴിവുള്ളത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ എണ്ണത്തിലാണ്. അസിസ്റ്റന്റ് സർജൻ തസ്തികയിൽ PSC വഴിയും മറ്റ് തസ്തികകളിൽ സ്ഥാനക്കയറ്റം വഴിയും ഒഴിവുകൾ നികത്താൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ അവകാശവാദം. LDFന്റെ ഒഴിവ് വരുന്ന 2 രാജ്യസഭാ സീറ്റുകളിൽ ജോസ് കെ മാണിക്കും MV ശ്രേയാംസ് കുമാറിനും അർഹതയും അവകാശവുമുണ്ടെന്ന് ചെറിയാൻ ഫിലിപ്പ്. കേരള കോൺഗ്രസിനും രാഷ്ട്രീയ ജനതാദളിനും രാജ്യസഭാ സീറ്റ് UDF നൽകിയതാണ്. LDFിലെത്തിയ ഇവർക്ക് ആ സീറ്റുകൾ തുടർന്ന് നൽകുകയെന്നത് മുന്നണി രാഷ്ട്രീയ മര്യാദയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കേരള കോൺഗ്രസ് LDF വിട്ട് UDFിലേക്ക് മടങ്ങണം എന്ന് കേരള കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം. കോൺഗ്രസിനെ പോലെ ഘടകകക്ഷികളെ കരുതാൻ CPM തയ്യാറാകില്ലെന്ന മുന്നറിയിപ്പും മുഖപത്രത്തിലുണ്ട്. ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ നിരാകരിക്കുകയോ അവരെ അവഗണിക്കുകയോ ചെയ്യുന്ന രീതി കോൺഗ്രസിനില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിനെ രാജ്യസഭാ സീറ്റ് നൽകിയത്
മുന്നണി മര്യാദയുടെ പേരിലാണെന്നും മുഖപത്രം വ്യക്തമാക്കുന്നു. അതേസമയം കേരള കോൺഗ്രസിനെ യുഡിഎഫിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ചർച്ചയ്ക്കായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും വീക്ഷണത്തിലെ മുഖപ്രസംഗം തള്ളി സതീശൻ പറഞ്ഞു. 2024 കേരള പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. സമൂഹത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണിത്. കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. 2024 ജൂലൈ 31 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. പന്തീരങ്കാവിൽ നവവധുവിനെ മർദ്ദനമേറ്റ കേസിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കോഴിക്കോട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. പോലീസിൽ വിശ്വാസമില്ലെന്നും സിഐയെ എത്രയും വേഗം മാറ്റണമെന്നും കേസ് പറവൂരിലേക്ക് മാറ്റിക്കിട്ടണമെന്നും പെൺകുട്ടിയുടെ അച്ഛൻ വ്യക്തമാക്കി. രാഹുലിനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ രാഹുൽ കൊല്ലാൻ ശ്രമിച്ചെന്ന് മർദ്ദനത്തിനിരയായ പെൺകുട്ടി ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. പന്തീരാങ്കാവിൽ നവവധുവിനെ ആക്രമിച്ച സംഭവത്തിലെ പ്രതി രാഹുൽ മുമ്പും വിവാഹം കഴിച്ചുവെന്ന പരാതിയുമായി ഈരാറ്റുപേട്ട പനക്കപ്പാലം സ്വദേശിനിയായ യുവതി. ഈ യുവതിയുമായി നേരത്തെ രാഹുലിന്റെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും ഇത് നിലനിൽക്കെയാണ് രാഹുൽ വീണ്ടും വിവാഹിതനായതെന്നും യുവതി വെളിപ്പെടുത്തി. രാഹുലിന്റെ വിവാഹം നടന്നത് അറിഞ്ഞത് സമൂഹമാധ്യമങ്ങളിലൂടെയെന്ന് യുവതി പറയുന്നു. ഫറൂഖ് എസിപിയുടെ നേതൃത്വത്തിലുള്ള പുതിയ അന്വേഷണ സംഘം പന്തീരാങ്കാവ് ഗാർഹിക പീഡന പരാതി അന്വേഷിക്കും. പന്തീരാങ്കാവ് പോലീസിനെതിരെ പരാതിക്കാരിയുടെ കുടുംബം രംഗത്ത് വന്നതോടെയാണ് തീരുമാനം. പ്രതി രാഹുൽ ഒളിവിൽ പോയ സാഹചര്യത്തിൽ ഇയാളെ കണ്ടെത്താനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും. കേസിൽ ഇന്ന് തന്നെ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ ദുബായിൽ എത്തി ഓൺലൈൻ വഴി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തു. വരുന്ന തിങ്കളാഴ്ച സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. നിയമസഭാ സമ്മേളനം ചേരുന്ന തീയതി സംബന്ധിച്ച് ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനം എടുത്തില്ല. മുഖ്യമന്ത്രി കേരളത്തിൽ എത്തിയതിനു ശേഷം അടുത്തയാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുമെന്നാണ് സൂചന. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കോമോറിൻ തീരത്തായി ഒരു ചക്രവാത ചുഴിയും തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തോട് ചേർന്ന് മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീനഫലമായാണ് മഴ ശക്തമാകുന്നത്. പുഴു സിനിമയുടെ പശ്ചാത്തലത്തിൽ സൈബർ വിമർശനങ്ങൾ നേരിട്ട നടൻ മമ്മൂട്ടിക്ക് പിന്തുണയുമായി എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ MP. മമ്മൂട്ടിയെ സംഘപരിവാർ ശക്തികൾ എത്രയൊക്കെ ചാപ്പകുത്താൻ ശ്രമിച്ചാലും കേരളത്തിന്റെ മതേതര സമൂഹം അതിനെ കൂട്ടുനിൽക്കില്ലെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. വിദ്വേഷ പ്രചാരണങ്ങളുടെ വിഷമേൽക്കാതെ മലയാളത്തിന്റെ മമ്മൂട്ടിയെ പൊതിഞ്ഞു പിടിക്കേണ്ടത് കേരളമാണെന്നും അതിന് രാഷ്ട്രീയത്തിന്റെ നിറം വേണ്ടെന്നും വേണുഗോപാൽ വ്യക്തമാക്കി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ മരണശേഷവും അക്കൌണ്ടിലേക്ക് ലക്ഷങ്ങളുടെ പെൻഷൻ തുക എത്തുന്നതായി കണക്ക്. മരിച്ചയാളെ ഡാറ്റാബേസിൽ നിന്ന് യഥാസമയം ഒഴിവാക്കാത്തതാണ് കാരണം. മരണ രജിസ്ട്രേഷൻ ആധാറുമായി പെൻഷൻ സോഫ്റ്റ്വെയറുമായും ബന്ധിപ്പിച്ചാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ മെട്രോയ്ക്ക് പകരം ലൈറ്റ് ട്രാം മെട്രോ പരിഗണിക്കാനുള്ള ശ്രമത്തിനെതിരെ ചേംബർ ഓഫ് കൊമേഴ്സ്. അതേസമയം ലൈറ്റ് ട്രാമിൽ സാധ്യതാ പഠനം നടത്തുക മാത്രമാണ് ചെയ്തതെന്നും അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും KMRL വിശദീകരിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി ഇനി ആഘോഷ ചിട്ടി. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ആൻഡമാൻ കടൽ, നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ മെയ് 19ഓടുകൂടി കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ശ്രീലങ്കയ്ക്കും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ചക്രവാത ചുഴിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഴുവൻ രാഷ്ട്രീയ യാത്രയും മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമാണെന്ന് AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി. നുഴഞ്ഞുകയറ്റക്കാർ, കൂടുതൽ കുട്ടികളുള്ളവർ എന്നീ വിവാദ പരാമർശങ്ങളിൽ നരേന്ദ്രമോദി പ്രതികരിച്ചതിന് പിന്നാലെയാണ് വിമർശനവുമായി ഒവൈസി എത്തിയത്. മോദി എണ്ണമറ്റ നുണകളും മുസ്ലിങ്ങൾക്കെതിരെ കടുത്ത വിദ്വേഷവും പ്രചരിപ്പിച്ചു എന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഒവൈസി വിമർശിച്ചു.
പ്രജ്വൽ രേവണ്ണ ഇന്ന് അർദ്ധരാത്രിയോടെ വിദേശത്തു നിന്നും തിരിച്ചെത്തിയേക്കും. മ്യൂണിക്കിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്കുള്ള ടിക്കറ്റ് റദ്ദാക്കിയിട്ടില്ല. ബ്ലൂ കോർണർ നോട്ടീസ് നിലനിൽക്കുന്നതിനാൽ വന്നാൽ പ്രജ്വലിനെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കസ്റ്റഡിയിൽ എടുക്കും. അന്വേഷണ സംഘത്തിനെ കൈമാറി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ബിജെപി സ്ഥാനാർത്ഥിയും ബോളിവുഡ് താരവുമായ കങ്കണ റനൌത്തിന്റെ ആസ്തി വിവരങ്ങൾ പുറത്ത്. ആകെ 91 കോടിയിലധികം രൂപയുടെ ആസ്തി തനിക്കുണ്ട് എന്നാണ് കങ്കണ നാമനിർദ്ദേശ പത്രികയിൽ വ്യക്തമാക്കിയത്. 12ാം ക്ലാസ് വിദ്യാഭ്യാസമാണ് നാമനിർദ്ദേശ പത്രികയിൽ കങ്കണ റനൌത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങളിലുള്ളത്. തമിഴ്നാട്ടിൽ ബിജെപി അക്കൌണ്ട് തുറക്കില്ലെന്ന് ഡിഎംകെ. സംസ്ഥാനത്തും പുതുച്ചേരിയിലുമായി ആകെ 39 സീറ്റിൽ ഇന്ത്യ സഖ്യം ജയിക്കുമെന്നാണ് പാർട്ടിയുടെ ആഭ്യന്തര സർവേയിലെ കണ്ടെത്തൽ. രാജസ്ഥാനിലെ കോലിഹൻ കോപ്പർ ഖനിയിൽ ലിഫ്റ്റ് തകർന്ന് കുടുങ്ങിയ 14 പേരിൽ 8 പേരെ രക്ഷപ്പെടുത്തി. ശേഷിക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് കൊൽക്കത്തയിൽ നിന്നെത്തിയ വിജിലൻസ് സംഘവും മാധ്യമപ്രവർത്തകൻ ഉൾപ്പെടെയുള്ളവർ ലിഫ്റ്റ് തകർന്ന് ഖനിയിൽപ്പെട്ടത്. ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന്റെ ഖനിയിലായിരുന്നു അപകടമുണ്ടായത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.